ഹലോ എല്ലാവരും. ഇന്ന് നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് കീ കട്ടിംഗ് മെഷീനെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് മെഷീന്റെ ചില പ്രധാന ഘടകങ്ങളെ പരിചയപ്പെടാം. ഇതാണ് സാർവത്രിക ക്ലാമ്പ്. കീ തരങ്ങളുടെയും വലുപ്പങ്ങളുടെയും വിശാലമായ ശ്രേണി കൈകാര്യം ചെയ്യുന്നതിനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഒറിജിനൽ കീയും ശൂന്യവും ക്ലാമ്പിൽ വയ്ക്കുക, പൊസിഷനിംഗ് ക്രമീകരിച്ച് അത് ശക്തമാക്കുക. ഇപ്പോൾ കീ കട്ടിംഗ് പ്രക്രിയയുടെ പ്രധാന ഭാഗം കട്ടറും അന്വേഷണവും വരുന്നു. അവസാനം ബ്രഷ്. ഓപ്പറേഷൻ പൂർത്തിയാക്കിയ ശേഷം ക്ലാമ്പ് വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധാരണ ബ്രഷ് ആണിത്. ഇനി നമുക്ക് മെഷീൻ പ്ലഗ് ഇൻ ചെയ്ത് അത് ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാം. നിങ്ങളുടെ കീ കട്ടിംഗ് മെഷീനെ ഒരു മൊബൈൽ ആപ്പിലേക്ക് എങ്ങനെ ബന്ധിപ്പിക്കാമെന്ന് ഞങ്ങൾ ഇപ്പോൾ പര്യവേക്ഷണം ചെയ്യാൻ പോകുന്നു. വിപുലമായ ഫീച്ചറുകളും റിമോട്ട് കൺട്രോളും വാഗ്ദാനം ചെയ്യുന്നതിലൂടെ ഈ സംയോജനത്തിന് നിങ്ങളുടെ കീ കട്ടിംഗ് അനുഭവം മെച്ചപ്പെടുത്താനാകും. തിരഞ്ഞെടുക്കുക, ക്ലിക്ക് ചെയ്യുക, തുടർന്ന് ബ്ലൂടൂത്ത് ഓപ്ഷനും ഓട്ടോമാറ്റിക് കണക്റ്റും ഓണാക്കുക. തുടർന്ന് മെഷീൻ തിരഞ്ഞെടുക്കുക. ഇത് പൂർത്തിയായതായി നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ മെഷീൻ ബന്ധിപ്പിച്ചിരിക്കുന്നു. ആപ്പ് അപ്ഡേറ്റ്, ഫേംവെയർ അപ്ഡേറ്റ്, ഡാറ്റാബേസ് അപ്ഡേറ്റ് തുടങ്ങിയ അപ്ഡേറ്റ് സ്റ്റാറ്റസും ഞങ്ങൾക്ക് പരിശോധിക്കാം. ഇപ്പോൾ ഞങ്ങൾ മെഷീനിൽ കട്ടറും പ്രോബും ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നു. ആദ്യം നമുക്ക് പ്രോബ് ഇൻസ്റ്റാൾ ചെയ്യാം. മെഷീനിൽ പ്രോബ് സ്ലോട്ട് കണ്ടെത്തുക. ഇത് സാധാരണയായി ഇടതുവശത്ത് കാണപ്പെടുന്നു. അന്വേഷണം ശരിയായി തിരുകുക. അത് പൂർണ്ണമായും ഉള്ളിലാണെന്ന് ഉറപ്പാക്കുക. അതിനുശേഷം പ്രത്യേക കീ ഉപയോഗിച്ച് അത് ശക്തമാക്കുക. അങ്ങനെ അന്വേഷണം ഉറച്ചുനിൽക്കും. ഇനി നമുക്ക് കട്ടർ ഇൻസ്റ്റാൾ ചെയ്യാം. മെഷീനിൽ കട്ടർ സ്ലോട്ട് കണ്ടെത്തുക. അത് സാധാരണയായി വലതുവശത്ത് കാണപ്പെടുന്നു. കട്ടർ ശരിയായി തിരുകുക. അത് പൂർണ്ണമായും ഉള്ളിലാണെന്ന് ഉറപ്പാക്കുക. കട്ടറും പ്രോബും ഒരേ തലത്തിൽ വിന്യസിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ഇപ്പോൾ ഞങ്ങൾ കട്ടറും അന്വേഷണവും വിന്യസിച്ചു. അടുത്ത ഘട്ടം കട്ടിംഗ് പ്രക്രിയ കാലിബ്രേറ്റ് ചെയ്യുക എന്നതാണ്. ആപ്പ് തുറക്കുക. ഉപകരണ വിവരം തിരഞ്ഞെടുക്കുക. ആപ്പിൽ കട്ടിംഗ് കാലിബ്രേഷൻ ഓപ്ഷൻ കണ്ടെത്തി തിരഞ്ഞെടുക്കുക. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നിർദ്ദേശം പാലിക്കുക. കട്ടിലിന്റെ ബി വശത്ത് ക്ലാമ്പ് ഘടിപ്പിച്ച് മുറുക്കുക. ഇപ്പോൾ ക്ലാമ്പിൽ ശൂന്യമായ ബ്ലേഡ് അറ്റാച്ച് ചെയ്യുക. കാലിബ്രേഷൻ ആരംഭിക്കുക, ക്ലിക്ക് ചെയ്യുക. മെഷീൻ പ്രവർത്തിപ്പിച്ചതിന് ശേഷം കട്ടിംഗ് ബെഡ് എപ്പോഴും വൃത്തിയാക്കുന്നത് ഉറപ്പാക്കുക. ഞങ്ങൾ മെഷീൻ പരിശോധിക്കുകയും കാലിബ്രേറ്റ് ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ അത് പ്രവർത്തിപ്പിക്കാൻ തയ്യാറാണ്. ഇപ്പോൾ നമ്മൾ വാഹന ഡാറ്റാബേസ് ഉപയോഗിച്ച് ഈ കീ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പോകുന്നു. ഡാറ്റാബേസിലേക്ക് പോകുക. തുടർന്ന് നിങ്ങളുടെ ആഗ്രഹത്തിന്റെ ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കുക. അതിനുശേഷം ഡീകോഡ് കീ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ അന്വേഷണം നീങ്ങാൻ തുടങ്ങുകയും കീ ഡിസൈൻ സ്കാൻ ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. അന്വേഷണം നീങ്ങുമ്പോൾ അത് കീയുടെ വിശദമായ അളവുകളും രൂപരേഖകളും പിടിച്ചെടുക്കുന്നു. യഥാർത്ഥ കീയുമായി പൊരുത്തപ്പെടുന്നതിന് കീ ബ്ലാങ്ക് കൃത്യമായി മുറിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കാൻ ഈ വിവരങ്ങൾ നിർണായകമാണ്. അത് പൂർത്തിയാകുമ്പോൾ ഒറിജിനൽ കീ ഒരു ബ്ലാങ്ക് കീ ഉപയോഗിച്ച് മാറ്റി ക്ലാമ്പിൽ അറ്റാച്ച് ചെയ്യുക. ഇപ്പോൾ കട്ടിംഗ് പ്രക്രിയ ആരംഭിക്കുക. കാലിബ്രേഷൻ ഡാറ്റയുടെയും ക്രമീകരണങ്ങളുടെയും അടിസ്ഥാനത്തിൽ മെഷീൻ ശൂന്യമായ കീ മുറിക്കാൻ തുടങ്ങും. ശൂന്യമായ കീ മുറിക്കുമ്പോൾ യന്ത്രം നിരീക്ഷിക്കുക. കട്ടർ ശൂന്യമായി നീങ്ങും. യഥാർത്ഥ കീയുടെ രൂപകൽപ്പന അനുസരിച്ച് തനിപ്പകർപ്പ് കീയുടെ പ്രൊഫൈൽ സൃഷ്ടിക്കുന്നു. ഇത് ചെയ്തുകഴിഞ്ഞാൽ കട്ടിംഗ് ബെഡ് ശരിയായി വൃത്തിയാക്കുന്നത് ഉറപ്പാക്കുക. ഇപ്പോൾ ബ്ലാങ്ക് കീ ഫ്ലിപ്പ് ചെയ്ത് ക്ലാമ്പിൽ അറ്റാച്ച്